നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ബ്രസീൽ വേൾഡ് കപ്പിന് മുന്നോടിയായുള്ള തങ്ങളുടെ രണ്ടാമത്തേതും അവസാനത്തേതുമായ സന്നാഹ മത്സരത്തിന് ഒരുങ്ങുകയാണ്. സന്നാഹ മത്സരം ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ഈജിപ്തുമായിട്ട് ബ്രസീൽ കളിക്കുന്നു. ഇന്ത്യൻ സമയം പറയുമ്പോൾ ഞായറാഴ്ച പുലർച്ചെ 3:30 AM ഈ മത്സരം ആരംഭിക്കുക. അപ്പോൾ കഴിഞ്ഞ കളിയിൽ പനാമക്കെതിരെ കളിച്ച ടീമിൽ നിന്ന് 5 മാറ്റങ്ങൾ കോച്ച് വരുത്താൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാവുന്ന സൂചനകൾ. ഇപ്പോൾ ബ്രസീലിൻ്റെ ട്രെയിനിങ് ക്യാമ്പ് അത് ഓപ്പൺ ട്രെയിനിങ് സെഷൻ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് കഴിഞ്ഞ കളിയിൽ കളിച്ച 5 താരങ്ങളെ മാറ്റി പകരം കളിച്ചാന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ലെവലിലെ മാറ്റമാണ് പറയുന്നത്. കഴിഞ്ഞ കളിയിൽ ഇപ്പോൾ 10-20 താരങ്ങൾ കളിച്ചു, അതല്ല പറയുന്നത്. സ്റ്റാർട്ടിംഗ് 11 മെയിൻ 11 അതിൽ നിന്ന് 5 താരങ്ങളെ മാറ്റി പകരം 5 താരങ്ങളെ അവിടെ ഇറക്കുന്നു. ബ്രമർ, ലിയോ പെരീര, അലക്സാൻഡ്രോ, ലൂയിസ് എൻറിക്ക, മാത്യസ് കുഞ്ഞ എന്നിവരെ ഒഴിവാക്കി ആ പൊസിഷനിലേക്ക് മാർക്കിഞ്ഞോസ്, ഗബ്രിയൽ മെഗല്ലസ്, ഡഗ്ലസ് സാന്റോസ്, ലൂക്കാസ് പക്വേറ്റ, ഇഗോർ തിയാഗോ ഈ താരങ്ങളെ ഇറക്കാനാണ് ഇപ്പോൾ കോച്ച് ആലോചിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഇന്നലെ ട്രെയിനിങ് സെഷനിൽ അദ്ദേഹം ഫസ്റ്റ് 11 ഇറക്കിയത്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, മധ്യനിരയിൽ കഴിഞ്ഞ കളിയിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 2 പേരാണ് ഉണ്ടായിരുന്നത്. അത് പോരാ എന്ന് കോച്ച് മനസ്സിലാക്കുന്നു. 3 പേരെ വെച്ചുകൊണ്ട് മധ്യനിര കളിപ്പിക്കാനാണ് ഇപ്പോൾ പ്ലാൻ ഇടുന്നത്. അപ്പോൾ ലൂക്കാസ് പക്വേറ്റ ആ ഒരു പൊസിഷനിൽ കളിക്കുകയാണ്. ലൂയിസ് എൻറിക്കെ പിൻവലിക്കുന്നു, പകരം ലൂക്കാസ് പക്വേറ്റ ആ ഒരു പൊസിഷനിലേക്ക് വരുന്നു. പൊസിഷൻ എന്ന് പറഞ്ഞാൽ ലൂയിസ് എൻറിക്കെ കളിച്ച സെയിം പൊസിഷനിലല്ല, അദ്ദേഹത്തെ മാറ്റി പകരം പക്വേറ്റ ഇറക്കി പക്വേറ്റ മധ്യനിരയിൽ കളിക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരിക്കും. അതാണ് ഇപ്പോൾ പുതിയൊരു സ്കീമായിട്ട് അവതരിപ്പിക്കാൻ പോകുന്നത്. 3 മിഡ്ഫീൽഡേഴ്സ് ഉണ്ടാവും. പക്വേറ്റ ഒരു സ്പോട്ടിലേക്ക് വരുന്നു. ഇഗോർ തിയാഗോ മുന്നേറ്റ നിരയിലേക്ക് ഒരു പുതിയ അഡീഷനായിട്ട് വരികയും ചെയ്യും. അപ്പോൾ പ്രധാനമായിട്ടും മുന്നേറ്റ നിരയിൽ നിന്ന് ലൂയിസ് എൻറിക്കയും മാത്യൂസ് കുഞ്ഞയും ഒഴിവാകുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ബ്രസീലിൻ്റെ ഒരു 11, അതായത് ഇന്നലെ കോച്ച് ടെസ്റ്റ് ചെയ്ത 11 ശ്രദ്ധിക്കുക. ഗോൾ കീപ്പറായിട്ട് നമ്മൾ ആലിസനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ വെസ്ലി, മാർക്കിഞ്ഞോസ്, ഗബ്രിയൽ മെഗല്ലസ്, ഡഗ്ലസ് സാന്റോസ് അതാണ് ഡിഫൻസ്. മധ്യനിരയിൽ കാസമിറോയും ബ്രൂണോ ഗുയിമേറസും ലൂക്കാസ് പക്വേറ്റയും. കഴിഞ്ഞ കളിയിൽ പക്വേറ്റ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ആ ഒരു പൊസിഷനിൽ കൂടുതൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കോച്ച് തീരുമാനിച്ചു എന്നർത്ഥം. മുന്നേറ്റത്തിൽ റാഫീഞ്ഞയും വിനി ജൂനിയറും ഇഗോർ തിയാഗോയും. സോ ഇരു പാർശ്വങ്ങളിലായിട്ട് റാഫീഞ്ഞയും വിനി ജൂനിയറും ഉണ്ടാവും. ഗോൾ അടിക്കാൻ ഇഗോർ തിയാഗോ. ഇതാണിപ്പോൾ കോച്ച് ഈ ഈജിപ്തിനെതിരെയുള്ള മത്സരത്തിൽ ഇറക്കാൻ പോകുന്ന 11. എന്തായാലും ഇത് ആരാധകർ ആഗ്രഹിച്ച തരത്തിലുള്ളൊരു മാറ്റമാണ്. മധ്യനിര പോരാ എന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു കഴിഞ്ഞ കളിയുടെ ആ ഒരു സ്റ്റാർട്ടിംഗ് 11. അവിടെ ഒരു മാറ്റം വരുത്താനാണ് ഇപ്പോൾ കോച്ച് ചിന്തിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.